റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പവിത്രത നിറഞ്ഞ പുണ്യങ്ങളുടെ പൂക്കാലം നമ്മിൽ നിന്ന് ഇതാ വിട പറയുകയാണ്. ഓരോ ദിനങ്ങളും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. പരിശുദ്ധമായിരിക്കുന്ന അമലുകൾ ചെയ്ത ആ അമലുകൾക്കൊക്കെ റബ്ബ് തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷഹബാസ്. ഷഹബാസ് എവിടുന്നാണ്? വണ്ടിപ്പേട്ട. വണ്ടിപ്പേട്ട. ഷഹബാസെ, നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ടോ? വിളിക്കാറുണ്ടോ? കിട്ടിയില്ല അല്ലേ? ഇപ്പൊ കിട്ടിയില്ലേ? കിട്ടിയപ്പോ സന്തോഷമുണ്ടോ? കിട്ടിയപ്പോ സന്തോഷമുണ്ടോ? എന്നാ ചോദ്യം ചോദിക്കട്ടെ? ശ്രദ്ധിച്ച് കേൾക്കണട്ടോ. ഇസ്രായേൽ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 യഹൂബ് നബി അലൈഹിസ്സലാം, 2 യൂസുഫ് നബി അലൈഹിസ്സലാം, 3 ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇതിലേതാണ് ശരിയായ ഉത്തരം? യഹൂബ് നബി. യഹൂബ് നബി ഉറപ്പിക്കാം അല്ലേ? യഹൂബ് നബി എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഹജ്ജിനൊക്കെ പോകുമ്പോൾ മീക്കാത്തുകൾ പഠിച്ചില്ലേ? മീക്കാത്ത് മദ്രസയിലെത്തല്ല പഠിക്കുന്നത്? 4-ലാണല്ലേ? ഈ മീക്കാത്തുകളുണ്ട്. മീക്കാത്തുകൾ ഹജ്ജിന്റെ ഉംറക്കൊക്കെ പോകുമ്പോൾ മീക്കാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്യലുണ്ട്. അപ്പൊ ഹജ്ജിന്റെ മീക്കാത്ത്, ഇതിൽ ഇന്ത്യക്കാരുടെ മീക്കാത്ത് എവിടെയാണ്? ഇന്ത്യക്കാരുടെ മീഖാത്ത് എവിടെയാണ്? ഓപ്ഷൻ ജുഹുഫ, യലംലം, മദീന. ചോദ്യം കൂടി പറയോ? ഇന്ത്യക്കാരുടെ മീഖാത്ത് എവിടെയാണ്? ഇന്ത്യക്കാരുടെ മീഖാത്ത് എവിടെയാണ്? ഓപ്ഷൻ ജുഹുഫ, യലംലം, മദീന. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഓപ്ഷൻ 1 ജുഹുഫ, 2 യലംലം, 3 മദീന. പെട്ടെന്ന് പറയണം. മദീന. മദീന. മദീന എന്നാണ് നിങ്ങൾ പറഞ്ഞത്, മിസ്ആബ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്നാൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം യലംലമാണ് കേട്ടോ. യലംലമാണ് ശരിയായ ഉത്തരം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
ആരാണ്? സാജിദ. സാജിദ എവിടുന്നാണ്? മാണൂര്. മാണൂര്. സാജിദ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. എന്തൊക്കെയാ നോമ്പ് വിശേഷങ്ങള്? കുഴപ്പമില്ല. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ അമലുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ചോദ്യത്തിലേക്ക് കടക്കാം. അള്ളാഹുവേ, ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, നീയും ഇവനെ സ്നേഹിക്കണമേ. ഇതാരെ കുറിച്ച് പറഞ്ഞതാണ്? അള്ളാഹുവേ, ഞാൻ ഇവനെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ റബ്ബേ നീയും അവനെ സ്നേഹിക്കണമേ. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഓപ്ഷൻ ഉണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഹലോ. ഹലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഹസൻ റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡിലീഗ്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമയാണ്. ഫാത്തിമയാണ്. ഫാത്തിമ എവിടുന്നാണ്? മാറഞ്ചേരി. മാറഞ്ചേരി. എന്താ നോമ്പ് വിശേഷമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. റാത്തായി പോകുന്നുണ്ട് അല്ലേ? അള്ളാഹു നമ്മുടെ ഇബാദത്തൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം. ഹലോ. ഒന്നാമത്തെ ചോദ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവതരിപ്പിച്ചപ്പോൾ മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നത് മക്കക്കാരും അവിടെയുള്ളവരും കേട്ടിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും കണ്ട് അവതരിച്ച സമയത്ത് അവിടെ മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നതായിട്ട് മക്കാ നിവാസികളും ആ പരിസരത്തുള്ള ആളുകളും കേട്ടിരുന്നു എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ. ഓപ്ഷൻ 1 ആയിഷ റളിയല്ലാഹു അൻഹ, 2 റംല റളിയല്ലാഹു അൻഹ, 3 മൈമൂന റളിയല്ലാഹു അൻഹ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, 2 റംല, 3 മൈമൂന. ആയിഷ റളിയല്ലാഹു അൻഹ. ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ. അതാണോ? അത് ഉറപ്പിക്കല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഹലോ. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. തബൂക്ക് യുദ്ധത്തെ പറ്റി പ്രതിപാദിക്കുന്ന സൂറത്ത് ഏതാണ്? തബൂക്ക് യുദ്ധത്തെ പറ്റി പ്രതിപാദിക്കുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻ 1 തൗബ, 2 മുജാദല, 3 വാക്യ. ഇതിലേതാണ് ശരിയായ ഉത്തരം? മുജാദല. മുജാദല. മുജാദല എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം അല്ലേ? മുജാദല എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം തൗബയാണ് കേട്ടോ. ശരി, വീണ്ടും വിളിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡിലീഗ്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
സൻഹ ഫാത്തിമ സൻഹ ഫാത്തിമ എവിടുന്നാണ്? മാറഞ്ചേരി. മാറഞ്ചേരി. ചോദ്യം ചോദിക്കട്ടെ? ആ ചോദിക്കട്ടെ. ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ അവസാനം വഫാത്തായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുണ്ടല്ലോ, അശറത്തുൽ മുബശ്ശറ കേട്ടിട്ടില്ലേ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ അവസാനമായി വഫാത്തായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ വേണോ? ഒന്ന് സഅദ് റളിയല്ലാഹു അൻഹു, രണ്ട് സഅദ് ബിൻ അബി വഖാസ്, മൂന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ. ഒന്നുകൂടി പറയോ? ഒന്ന് സഅദ് റളിയല്ലാഹു അൻഹു, രണ്ട് സഅദ് ബിൻ അബി വഖാസ്, മൂന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ. ഇതിലേതാണ് ശരിയായ ഉത്തരം? രണ്ട്. സഅദ് ബിൻ അബി വഖാസ്. സഅദ് ബിൻ അബി വഖാസ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഇസ്ലാമിന്റെ പ്രമാണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ പ്രമാണം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ് ആ പണ്ഡിതൻ? പറയോ? ഇസ്ലാമിന്റെ പ്രമാണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാപണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ ഒന്ന് ഇമാം ഗസാലി, രണ്ട് ഇമാം മാലിക്, മൂന്ന് ഇമാം അനസ്. ഇതിലേതാണ് ശരി? ഓപ്ഷൻ ഒന്ന് ഇമാം ഗസാലി, രണ്ട് ഇമാം മാലിക്, മൂന്ന് ഇമാം അനസ്. പെട്ടെന്ന് പറയണം. ഇമാം ഗസ്ലാലി. ഇമാം ഗസ്ലാലി. ഗസ്ലാലിയോ? ഹലോ, ഇമാം ഗസ്സാലി. ഇമാം ഗസാലി. ഇമാം ഗസാലി എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തത് സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഓക്കെ അല്ലേ? ഒരു പാട്ടാണ് ഇത്. ആര് എഴുതിയതാണെന്ന് പറയണം കേട്ടോ. ഹലോ ഹലോ ഹലോ, ഒരു പാട്ടാണ് ഇത്. ആര് എഴുതിയതാണെന്ന് പറയണം. കാരുണ്യരാം നബിയാരെ അമീർ അബൂബക്കർ സിദ്ദീഖോരാം, അബൂബക്കർ സിദ്ദീഖോരാം, ബനു തൈമ് ഗോത്ര കബീലയിൽ വന്ന് ഉദിത്തുള്ള പൊന്മലരാം, ഉദിത്തുള്ള പൊന്മലരാം. ഇതാരുടെ വരികളാണ്? ഒന്ന് ഹലോ ഹലോ ഒന്ന് ഉസ്താദ് അബൂബക്കർ കുട്ടി മാട്ടത്ത്, രണ്ട് OM കരുവാരക്കുണ്ട്, മൂന്ന് AU കുഞ്ഞു മുഹമ്മദ് ഉസ്താദ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? രണ്ടാമത്തത് OM കരുവാരക്കുണ്ട് അല്ലേ? OM കരുവാരക്കുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം AU കുഞ്ഞു മുഹമ്മദ് ഉസ്താദാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
സ്വാലിയാണ്. സ്വാലിഹ്. സ്വാലിഹ് എവിടെ നിന്നാണ്? എടപ്പാൾ. എടപ്പാൾ. സ്വാലിഹ് എന്ത് ചെയ്യുന്നു? പഠിക്കാണ്. പഠിക്കുകയാണ്. എവിടെ പഠിക്കുന്നത്? അസബാഗ്. അസബാഗ്. ഡിഗ്രി ആണോ? ഡിഗ്രി ഏതാണ്? ഡിഗ്രി ബികോം. ബികോം. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഉഷാറാണ്, കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പോകണ്ടല്ലേ? ഇല്ല. നോമ്പൊക്കെ എന്ത് പറയുന്നു? നോമ്പൊക്കെ എന്ത് പറയുന്നു? എന്തില്ല, കുഴപ്പമില്ല, എങ്ങനെ പോണ്ടല്ലേ? ക്ഷീണുണ്ടോ? ചെറുതായിട്ടൊക്കെ. ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലേ? ചൂടുണ്ടല്ലേ? ഭയങ്കര ചൂടാണ്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞായറാഴ്ചല്ലേ. നീ ഞായറാഴ്ചയാണല്ലേ? ഏതായാലും ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? ആദ്യം കണ്ടിരുന്നു. പിന്നെ കാണാൻ നേരമില്ല. പഠിപ്പൊക്കെ അല്ലേ. എന്തായാലും പഠനമൊക്കെ ഉഷാറാകട്ടെ. ഉന്നതമായ വിജയം റബ്ബ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ പാരായണ സമയത്ത് കൂടുതൽ കരഞ്ഞ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലായിക്കൊണ്ട് കരഞ്ഞ ഒരു സ്വഹാബി ആരാണ്? ആ സ്വഹാബി? ഓപ്ഷൻ 1 ഉമർ റളിയല്ലാഹു അൻഹു, 2 അബൂബക്കർ റളിയല്ലാഹു അൻഹു, 3 അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻസ് ഒന്നുകൂടി പറയോ? ഓപ്ഷൻസ് 1 ഉമർ റളിയല്ലാഹു അൻഹു, 2 അബൂബക്കർ റളിയല്ലാഹു അൻഹു, 3 അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഏതാണ് ശരിയായ ഉത്തരം? ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു അൻഹു ആണോ? ഓർപ്പിക്കാം? ഓർപ്പിക്കാലോ? നിങ്ങൾ പറഞ്ഞ ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അത് ഉറപ്പിക്കാം അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക സ്വാലിഹെ, ഞങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ലീഗ്സിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഒരുമിച്ച് കൂടുവാൻ ജഗദീശ്വരൻ തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 0494 2680 416.